ഫിലിം പ്രിസർവേഷൻ അഥവാ റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരുപാട് പഴക്കം ചെന്നതും ക്ലാസിക് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതുമായ സിനിമകളുടെ നെഗറ്റീവുകളും മറ്റും കണ്ടെത്തി അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുകയും ഇന്നത്തെ പല ടെക്നോളജികളുടെയും സഹായത്തോടെ 4K ബ്ലൂറേ പ്രിന്റുകളായിട്ട് റീമാസ്റ്റർ ചെയ്തെടുക്കുന്നതുമായ ഒരുപാട് കമ്പനികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയ ഒരു കമ്പനിയാണ് ക്രൈറ്റീരിയൻ എന്ന കമ്പനി. നശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിം റോളുകളൊക്കെ കണ്ടെത്തി അത് ശരിയാക്കി ബ്ലൂറേ 4K ഫോർമാറ്റിൽ ക്രൈറ്റീരിയൻ കളക്ഷൻ എന്ന പേരിൽ അവർ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന സത്യജിത് റേയുടെ അബു ട്രിലജി, ചാരുലത തുടങ്ങിയ സിനിമകളെല്ലാം റീസ്റ്റോർ ചെയ്തെടുത്തത് ഞാനീ പറഞ്ഞ ക്രൈറ്റീരിയൻ എന്ന ഫോറിൻ കമ്പനിയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു മാർഗം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. ഇന്ത്യൻ സിനിമയുടെ ക്ലാസിക്കായി വാഴ്ത്തപ്പെടുന്ന പല സിനിമകളുടെയും നെഗറ്റീവ്സ് ഇതിനോടകം മുഴുവനായോ ഭാഗികമായോ ഇല്ലാതായി കഴിഞ്ഞു. ഓൾഡ് ക്ലാസിക് എന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷനുകളും മറ്റും വാഴ്ത്തുന്ന പല ഇന്ത്യൻ സിനിമകളുടെയും പ്രിന്റ് ഇപ്പൊ കിട്ടാനില്ല. അതൊക്കെ ചെതലെടുത്തു പോയി. ഇപ്പൊ നിലവിലുള്ള പല ക്ലാസിക്കുകളുടെയും പ്രിന്റുകൾ നിറം മങ്ങിയതും ക്വാളിറ്റി ഇല്ലാത്തതുമാണ്. മലയാളത്തിൽ മാറ്റിനി നൗ എന്ന ചാനൽ 2000 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സിനിമകൾ റീമാസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഇന്ത്യയിലെ പഴയ സിനിമകളുടെ പ്രിന്റുകൾ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ബ്ലൂറേ ആക്കി മാറ്റുകയാണെങ്കിൽ അതൊക്കെ നശിച്ചു പോകുന്നത് നമുക്ക് തടയാൻ പറ്റില്ലേ? മാത്രമല്ല ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ കൂടി പറ്റും. മത്സര പരീക്ഷകൾക്കും മറ്റുമായി ഇന്ത്യയിലെ ക്ലാസിക് സിനിമകളെ പറ്റി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ഈ റീസ്റ്റോറേഷൻ വഴി സാധിക്കും. അവരെ കൂടാതെ എല്ലാ സിനിമാ പ്രേമികൾക്കും അതൊരു വലിയ സഹായമായിരിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കിടന്ന് ദ്രവിച്ചു പോകുന്ന ഫിലിം റോളുകൾക്ക് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെ പറയാനുണ്ടാകും.